PSC, ഞാൻ ആര്യ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ SCERT ക്രാഷ് കോഴ്സിന്റെ 6ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ബാക്കി 5 ക്ലാസ്സുകളും കാണാത്തവർ കാണുക, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് PSC മലയാളമുള്ള ഏതൊരു പരീക്ഷയ്ക്കും SCERTയിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഏത് പരീക്ഷയാണെങ്കിലും ഈ SCERTയിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലെ സാഹിത്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വൊക്കാബുലറി ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് പോയിന്റ്സും കൂടെ, സാഹിത്യത്തിലെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമ്മൾ ഇന്ന് എടുത്തിട്ട് വൊക്കാബുലറിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വിസും എക്സാമിന്റെ ഒക്കെ ലിങ്ക് നമ്മൾ ഫ്രണ്ട്ലി PSCയുടെ ടെലഗ്രാമിലിടും. അപ്പൊ ക്വിസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. എന്നാലേ എക്സാം ആ പറയുന്ന ടൈമിൽ വന്നാലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആര്? അപ്പൊ 2017 LD എറണാകുളത്ത് ചോദിച്ച ചോദ്യമാണ്. മാലി എന്ന തൂലികാനാമം ആരുടെയാണ്? വി മാധവൻ നായരാണ്. ഓപ്ഷനിൽ P മാധവൻ നായർ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കൺഫ്യൂഷൻ ആവും. അപ്പൊ മാലി വി മാധവൻ നായരാണ്. അത് ഓർത്ത് വെക്കാനേ തൽക്കാലം മാല ഇടുകയെന്ന് ഓർക്കും. ഇപ്പൊ വിജയിച്ചു വരുന്നവർക്കല്ലേ നമ്മൾ മാല ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ വി എന്നൊരു ഇനിഷ്യൽ വിക്ടറി എന്നുള്ള രീതിയിൽ എടുത്തിട്ട് മാല ഇട്ട് കൊടുക്കും. ഇപ്പോ മാധവൻ നായർ വിജയിച്ചു വരുമ്പോൾ വി ഇനിഷ്യൽ ഓർത്ത് വെക്കാം കേട്ടോ. മാലി എന്ന തൂലികാനാമം വി മാധവൻ നായരാണ്. അടുത്തത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എഴുതിയതാരാണ്? കലാമണ്ഡലം കൃഷ്ണൻ നായർ. അപ്പൊ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ പ്രധാന ഒരു കൃതിയാണ് എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. അടുത്തത് MTയുടെ ഒരു കൃതിയാണ്. പാഠഭാഗം കണ്ണാന്തളി പൂക്കളുടെ കാലം. അപ്പൊ നമുക്കറിയാലോ കാലം MTയുടെ അല്ലേ? കാലം എന്ന നോവൽ MTയുടെ ആണല്ലോ. അപ്പൊ കണ്ണാന്തളി പൂക്കളുടെ കാലവും MT വാസുദേവൻ നായരുടെ ആണെന്നൊന്ന് റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കുക. അടുത്തത് കവി എവിടെ? ആരുടെ കവിതയാണ്? P കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ്. അപ്പൊ നമുക്കറിയാലോ നിളയുടെ കവിയും നിളയുടെ കഥാകാരനും. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരും നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായരുമാണ്. അതുപോലെ ഈ P കുഞ്ഞിരാമൻ നായരുടെ കൃതികൾ നമുക്ക് ഹയർ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നമുക്കൊരു കോഡിലൂടെ ആ സമയത്ത് പഠിക്കാം. ഇപ്പൊ ഇത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കവി എവിടെ? P കുഞ്ഞിരാമൻ നായർ. അടുത്തത് പ്രൊഫസർ MK സാനുവിന്റെ പ്രധാന 3 കൃതികളാണ്. ഒന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയത് പ്രൊഫസർ MK സാനു ആണ്. അതുകൂടാതെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം അതെഴുതിയതും പ്രൊഫസർ MK സാനു ആണ്. അടുത്തത് ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ. ഈ അവധൂതൻ എന്ന് വെച്ചാൽ എന്താണ്? സർവവും ത്യജിച്ച യോഗി എന്നൊക്കെ ഒരർത്ഥമാണ്. അപ്പൊ സർവവും ത്യജിച്ച എന്നൊരർത്ഥമാണ് അവധൂതന്റെ അർത്ഥം. അപ്പോ ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന കൃതിയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം, ഇത് 3ഉം എഴുതിയത് പ്രൊഫസർ MK സാനു ആണ്. അടുത്ത പ്രധാന ഒരു കൃതിയാണ്, PSCക്ക് ചോദിക്കുന്നതാണ്, മകരക്കൊയ്ത്ത്. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, മാമ്പഴം, ഇതൊക്കെ എഴുതിയതാരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിന്റെ കൃതികളും നമുക്ക് വരും ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. അപ്പൊ മകരക്കൊയ്ത്ത് വൈലോപ്പള്ളിയാണെന്ന് ഓർക്കുക. അപ്പൊ അത് ഓർത്ത് വെക്കാൻ ഒരു ചെറിയ കോഡ്. ഈ വൈലോപ്പള്ളി തൽക്കാലം വൈക്കോലം എന്നുള്ള രീതിയിലൊന്ന് ഓർത്താല് കൊയ്തെടുക്കുന്നത് വൈക്കോലല്ലേ, അപ്പൊ അങ്ങനെ ഓർക്കാം കേട്ടോ. കൊയ്തെടുക്കുന്ന എന്നുള്ള രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയതാണ്, പൂവമ്പഴം എന്ന് പറയുന്ന കൃതി 2 പേര് എഴുതിയിട്ടുണ്ട്. പൂവമ്പഴം എന്ന പേരിലുള്ള കൃതി ബഷീറും എഴുതിയിട്ടുണ്ട്, കാരു നീലകണ്ഠ പിള്ളയും എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പൂവമ്പഴത്തിന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. 2 പേരും എഴുതിയിട്ടുണ്ട് ആ പേരില്. പിന്നെ പ്രീവിയസ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വന്നൊരു ചോദ്യമാണ്, ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? പേരുമായിട്ട് യാതൊരു മാറ്റമില്ല, എന്നാലും എന്താണ്? സർപ്പയജ്ഞം എന്നാണ് കേട്ടോ. ബാലസാഹിത്യം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരായിരിക്കുമല്ലോ ആലോചിക്കുന്നത്. ഇതെന്താണ്? സർപ്പയജ്ഞം കേട്ടോ. സർപ്പയജ്ഞം ബഷീറിന്റെ ബാലസാഹിത്യ കൃതിയാണ് സർപ്പയജ്ഞം. അപ്പൊ ഇത്രയും കാര്യങ്ങള് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് SCERT 5ാം ക്ലാസ്സിലെ പ്രധാന കുറച്ച് പദങ്ങളാണ്. അതിൽ നമുക്ക് കുറച്ച് ഘടക പദങ്ങൾ അഥവാ വിഗ്രഹാർത്ഥം നോക്കാം. അപ്പൊ എന്താണ് ഈ വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനായിട്ട് ആ പദത്തില് പ്രത്യയങ്ങളോ മറ്റു ശബ്ദങ്ങളോ ചേർത്ത് വിപുലമാക്കി എഴുതുന്നതിനാണ് വിഗ്രഹിക്കുക എന്ന് പറയാം.
അപ്പൊ നമുക്ക് ആദ്യത്തെ പദം നോക്കാം. വെള്ളിലവള്ളി. വെള്ളിലവള്ളി എന്ന് വെച്ചാൽ എന്താ? വെള്ളിലകളുള്ള വള്ളിയല്ലേ വെള്ളിലവള്ളി. വെള്ളിലകളുള്ള വള്ളിയാണ് വെള്ളിലവള്ളി. അടുത്തത് പൂമ്പൊടി. പൂമ്പൊടി എന്താണ്? പൂവിലെ പൊടിയല്ലേ പൂമ്പൊടി. അപ്പോ പൂവിലെ പൊടിയാണ് പൂമ്പൊടി. അടുത്തത് പച്ചിലകൾ. എന്താണ്? പച്ച നിറത്തിലുള്ള ഇലകളെയാണ് പച്ചിലകൾ എന്ന് പറയുന്നത്. പവിഴച്ചുണ്ട്. പവിഴം പോലുള്ള ചുണ്ട്. ഉപമിത തൽപുരുഷനിൽ വരാം അല്ലെ. അപ്പൊ സമാസത്തിന്റെ ക്ലാസ് നമ്മൾ ചെയ്ത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവര് കാണുക കേട്ടോ. പവിഴച്ചുണ്ട്, പവിഴം പോലുള്ള ചുണ്ട്. പോലുള്ള എന്ന് പറയുമ്പോൾ ഉപമാലങ്കാരത്തിന്റെ ലക്ഷണം വരുന്നത് കൊണ്ട് ഉപമിത തൽപുരുഷനിൽ വരും. അതുപോലെ പട്ടിലകൾ. എന്താണ്? പട്ട് പോലുള്ള ഇലകൾ, അതും ഉപമിത തൽപുരുഷനിലാണ് വരുന്നത്. ഇനി അടുത്തത്, അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അഖിലം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അഖിലം എന്ന് വെച്ചാൽ എല്ലാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു: അഖിലവും നിഖിലവും സമസ്തവും. ഇതിന്റെ ഒക്കെ അർത്ഥം എല്ലാം എന്നാണ്. അപ്പൊ ചൂടെ കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം വരാത്തത് ഏത്? അങ്ങനെ മറ്റുമാണ് പരീക്ഷയ്ക്ക് വന്നത്. അപ്പൊ അഖിലവും നിഖിലവും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? എല്ലാം. അഖിലം, എല്ലാം. അടുത്തത് അവിരളം എന്ന് വെച്ചാൽ എന്താ? വിരളമല്ലാത്തത്, ചുരുക്കമല്ലാത്തത്, അവിരളം. അനുവേലം, കൂടെ കൂടെ. അനുവേലം, കൂടെ കൂടെ. ചാരു ഇമ്പോർട്ടന്റ് ആണ്. ചാരു എന്താണ്? മനോഹരം. ചാരു, മനോഹരം. അടുത്തത് കോകിലം. കോകിലജാലങ്ങൾ കോലക്കുഴൽ കേട്ട് നിന്നുപോയി. കോകിലം എന്താണ്? കുയിലാണ്. കോകിലം, കുയിൽ. പികം, കുയിൽ. പരഭൃതം അല്ലെ, പരഭൃതം, കുയിൽ. കോകിലം, പികം, പരഭൃതം ഒക്കെ കുയിലാണ്. വിഹായസ്, നമ്മളത് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. വിഹായസ് എന്താണ്? ആകാശം. വിഹകം എന്താണ്? വിഹായസിൽ ഗമിക്കുന്നതാണ് വിഹകം. വിഹകം പക്ഷി. ഇത്രയും കിട്ടിക്കാണുമല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത പദങ്ങൾ നോക്കാം. അതുപോലെ നമ്മുടെ പരീക്ഷകൾക്ക് സ്ഥിരം സമാസത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അച്ഛനമ്മമാർ. ദ്വന്ദ്വ സമാസം. അതെങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും. അച്ഛനമ്മമാർ. ദ്വന്ദ്വ സമാസമാണ് വരുന്നത്. അത് 5ാം ക്ലാസ്സിലുള്ളതാണ്. അടുത്തത് പുഞ്ചം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൂട്ടം. ഇപ്പൊ നമ്മൾ ബയോളജിയിൽ പുഞ്ചബലം പഠിക്കുന്നില്ലേ? പുഞ്ചം എന്താണ്? കൂട്ടമായിട്ട് നിൽക്കുന്ന ഫ്രൂട്ടാണ് അല്ലെ. പുഞ്ചം, കൂട്ടം. ഒറ്റയ്ക്കാണെന്ന ബോധം. എന്താണത്? ഒറ്റ വാക്ക് ഏകാന്തതാബോധം. ഒറ്റയ്ക്കാണെന്നുള്ള ബോധം ഏകാന്തതാബോധമാണ്. ദൃഷ്ടാന്തം അർത്ഥം തെളിവ്. ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ എന്താ? തെളിവ്. നമ്മൾ കണ്ടു ബോധ്യപ്പെട്ട അല്ലെ, തെളിവ്. ദൃഷ്ടാന്തം തെളിവാണ്. മധുപൻ. നമ്മൾ മധു പഠിച്ചിട്ടുണ്ട്. മധു എന്താണ്? തേനാണ്. മധു, മട്ട്, തേനാണ്. അപ്പൊ മധുപൻ എന്താണ്? മധുപൻ വണ്ടാണ് കേട്ടോ. വണ്ട്. വണ്ടിന്റെ മറ്റൊരു പര്യായമാണ് അളി. അളി, വണ്ട്. ആളിയാണെങ്കിൽ എന്താണ്? അത് തോഴിയാണ്. ആളി, തോഴി. അളി, വണ്ട്. അടുത്തത് കർണാകർണികയ. കർണം എന്ന് വെച്ചാൽ ചെവിയാണ് അല്ലെ. കർണാകർണികയ എന്ന് വെച്ചാൽ എന്താ? ഒരു ചെവിയിൽ നിന്ന് അടുത്ത ചെവിയിലേക്ക്, ഒരു ചെവിയിൽ നിന്ന് ന്യൂസ് അടുത്ത ചെവിയിൽ എത്തൂലേ? അപ്പൊ അതിനാണ് കർണാകർണികയ എന്ന് പറയുന്നത്. അടുത്തൊരു പ്രീവിയസ് ചോദ്യമാണ് അന്നം. അന്നത്തിന്റെ അർത്ഥം എന്തൊക്കെയാണ്? ഭക്ഷണം എന്നുണ്ട്, ചോറ്. അതുപോലെ അരയന്നം എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട് കേട്ടോ. അന്നത്തിന് ചോറ്, ഭക്ഷണം എന്നൊക്കെ അർത്ഥമുണ്ട്. അരയന്നം എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അതുപോലെ അൻപ്. അൻപ് എന്ന് വെച്ചാൽ എന്താ? സ്നേഹം, ദയ. അൻപ്, സ്നേഹം, ദയ. അടുത്തൊരു പ്രീവിയസ് ചോദ്യമാണ്, നമ്മൾ പദശുദ്ധിയിൽ പഠിച്ചതാണ്. പദശുദ്ധിയിൽ ചോദിച്ച മുൻകാല ചോദ്യമാണ്. എന്താണ്? പ്രാരബ്ധം. അവനൊരു പ്രാരബ്ധക്കാരനാണ് അല്ലെ. അപ്പൊ രാ എന്ന് വേണ്ട, വെറും രാ മതി അല്ലെ. പ്രാരബ്ധം. ശ്രദ്ധിക്കുക, പ്രീവിയസ് ഫ്രം SCERTയിൽ നിന്ന് ചോദിച്ച മുൻകാല ചോദ്യമാണ് പദശുദ്ധിയില്. പ്രാരബ്ധം എന്നാണ് ശരി കേട്ടോ. പ്രാരബ്ധം. അതുപോലെ ധാ നോക്കിക്കേ, അബ്ധിയുടെ ധായാണ്. കടല്, സമുദ്രത്തിന്റെ നമ്മൾ ധായല്ലേ, ഇടുങ്കുഴി പോലത്തെ ധാ. അപ്പൊ ഇടുങ്കുഴി പോലത്തെ ധായാണ് എഴുതേണ്ടത്. ധനത്തിന്റെ ധ. പ്രാരബ്ധം. ധനമില്ലല്ലേ, പ്രാരബ്ധം. അടുത്ത മഹത്വം. മഹത്വത്തിന് 2 തായാണ്, ഇത്തായാണ് കേട്ടോ. മഹത്വം. മഹത്വമാണ്, മഹത്വം. അടുത്ത കുറച്ച് ഒറ്റപ്പദം നമുക്ക് നോക്കാം. 5ാം ക്ലാസ്സിലെ കണ്ണു ചിമ്മാത്തവൻ. എന്താണ്? നിർനിമേഷൻ.
കണ്ണ് ചിമ്മാത്തവൻ നിർനിമേഷനാണ്. അടുത്ത രണ്ടാമനല്ലാത്തവൻ എന്ന് വെച്ചാൽ എന്താ? ആദ്യത്തവൻ അല്ലെ, ഏറ്റവും ശ്രേഷ്ഠൻ അല്ലെ. രണ്ടാമനല്ലാത്തവൻ ഒറ്റപ്പദം എന്താണ് പറയുന്നത്? അദ്വിതീയൻ. രണ്ടാമനല്ലാത്തവൻ ഒന്നാമൻ, ഏറ്റവും ശ്രേഷ്ഠൻ എന്നൊക്കെ അർത്ഥം. അദ്വിതീയൻ, അദ്വിതീയൻ. അടുത്തത് ഉയരം കൂടിയ ശരീരമുള്ളവനെ എന്താണ് പറയുന്നത്? ഒറ്റ വാക്ക്, ദീർഘകായൻ. കായത്തിന് രണ്ടർത്ഥമുണ്ട്, കറിക്കകത്തിടുന്ന കായമെന്നും ശരീരം എന്നും അർത്ഥമുണ്ട്. ദീർഘകായൻ, ഉയരം കൂടിയ ശരീരമുള്ളവനാണ് ദീർഘകായൻ. അടുത്തത് ജീവത്തായത്. ഒറ്റ വാക്ക് എന്താണ്? ജൈവം എന്നാണ്. ജീവത്തായത് ജൈവം. അപ്പൊ ഇത്രയാണ് നമ്മൾ 5ാം ക്ലാസ്സിലെ വൊക്കാബുലറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പഴയ ക്ലാസ് കാണാത്തവരൊക്കെ കാണുക. അപ്പൊ നമ്മൾ 5ാം ക്ലാസ് സാഹിത്യവും വൊക്കാബുലറിയും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതുവരെയുള്ള 3 മുതൽ 5 വരെയുള്ള നന്നായിട്ട് പഠിച്ചിട്ട് എല്ലാവരും ക്വിസ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ ക്വിസിന്റെ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ 5ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ അടുത്ത ദിവസം നമ്മൾ വൈകിട്ട് 8 മണിക്ക് ഇതിന്റെ ക്വിസ് ഉണ്ടാവും. അതുപോലെ മെയ് 4-ാം തീയതി രാവിലെ 8:15 4ാം ക്ലാസ്സിന്റെ എക്സാം നടത്തും. 4ാം ക്ലാസ് പാർട്ട് 1ഉം പാർട്ട് 2ന്റെ എക്സാം 4ാം തീയതി രാവിലെ 8:15 നടത്തും. അതിന്റെ ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം. അപ്പൊ ക്വിസിന്റെയും ലിങ്ക് ടെലഗ്രാമിൽ ഇടാം. എക്സാം ഓൺ ടൈമിൽ വന്നാൽ എഴുതാൻ പറ്റുള്ളൂ. ക്വിസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം. അപ്പൊ ക്ലാസ്സുകളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. അതുപോലെ ധാരാളം ക്ലാസ്സുകൾ വിത്ത് കോഡ്, ഇംഗ്ലീഷ്, GK, കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാതെ പ്ലേലിസ്റ്റ് നോക്കി കാണുക. ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഫ്രണ്ട്ലി PSCക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫ്രണ്ട്ലി PSC എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തിട്ട് അതൊന്ന് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.